ചെറുപ്പത്തിൽ എന്നോ പോയതാട്ടോ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ ചമ്രവട്ട അയ്യപ്പ ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ അശ്വതി വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന്. ഒന്നും നോക്കില്ല, വേഗം മോനൂസിനെ പറഞ്ഞയച്ചു. കാരണം അവന് 8:15 8:10 ആകുമ്പോൾ അവൻ്റെ വണ്ടി വരും. അപ്പോൾ അവനെ പറഞ്ഞയച്ചതിൻ്റെ ശേഷം അൻവിനെയും കൂട്ടിയിട്ട് ഞാനും അശ്വതിയും ശാന്തി ചേച്ചിയും നിലുവും കൂടെ നമ്മുടെ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് പോയിട്ടോ. ഇത് ആക്ച്വലി കുറേ മുൻപ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്, അതായത് നമ്മുടെ ശബരിമല സീസണത്തെ വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെയുള്ളൊരു പ്രകൃതി ഭംഗീനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്തൊരു രസമാണെന്ന് നോക്കിയേ കാണാൻ. ചുറ്റുവട്ടം പാടത്തിൻ്റെ നടുവിലൂടെ ഒരു വരമ്പ്, അതും കോൺക്രീറ്റിൻ്റെ വരമ്പ്. അതിലൂടെ നടന്നു വേണം നമ്മൾ ക്ഷേത്രത്തിലെത്താൻ. അത് ഇങ്ങനെ ഒരു വഴി മാത്രമല്ല, വേറൊരു വഴിയും കൂടെ ഉണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറേ മുൻപ് പോയതുകൊണ്ട് തന്നെ എനിക്ക് വഴിയൊന്നും ഓർമ്മയില്ലായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഈ മുൻപിലുള്ള ഈ പുഴയാണ് കേട്ടോ. ഈ പുഴ കടന്ന് വേണം നമ്മൾ ക്ഷേത്രത്തിലെത്താൻ. അതിപ്പോൾ പാലമുള്ളതുകൊണ്ട് പാലത്തിന്മേലൂടെ പോവാം. പിന്നെ പുഴയിൽ ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് പുഴ കടന്നും പോവാം കേട്ടോ. ഞങ്ങളെത്തിയ സമയത്ത് ഒരുപാട് സ്വാമിമാർ ശബരിമലയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയമായിരുന്നേ. അവരുടെ ബന്ധുമിത്രാദികളൊക്കെ ശരണമയ്യപ്പ എന്നിങ്ങനെ ഉറക്കെ ചൊല്ലുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നു കേട്ടോ. എല്ലാവരും ഒരേ സ്വരത്തിൽ ചൊല്ലുമ്പോൾ ഞങ്ങളും ചൊല്ലി, അവർക്ക് വേണ്ടി ഒരുപാട് ഞങ്ങളും പ്രാർത്ഥിച്ചു. കാരണം ആ പ്രാർത്ഥനയിലെ ഓരോ അർത്ഥങ്ങളും നമ്മുടെ മനസ്സിലാണ് കൊണ്ടിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ മനസ്സൊന്ന് തണുത്തു എന്ന് തന്നെ പറയാം കേട്ടോ. ചുറ്റിലും ശാന്തമായൊരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇഷ്ടത്തിന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ അധികം ആളും ബഹളം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾ കുറേ നേരമായി ഈ വെള്ളത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു കേട്ടോ. എന്നാൽ അവരൊന്ന് വെള്ളത്തേക്ക് ഇറക്കി കളയാമെന്ന് ഞങ്ങളും കരുതി. പക്ഷേ അവർ വെള്ളത്തേക്ക് ഇറങ്ങിയതും അവരുടെ തരം മാറി. അവർക്കതിൽ കിടക്കണം, നിവരണം, നീന്തണം, എന്തൊക്കെ ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയില്ല കേട്ടോ. ഇനി അവിടെ നിന്ന് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ പാലത്തുമ്മ കൂടെ തിരിച്ചു പോന്നു കേട്ടോ. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് മൊത്തത്തിൽ അമ്പലം ഈ പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. നിങ്ങളാരെങ്കിലും ചമ്രവട്ട അമ്പലത്തിൽ പോയിട്ടുണ്ടാവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ അമ്പലത്തേക്ക് പോയത് പാടത്ത് കൂടെ ആണെങ്കിൽ വരുന്ന സമയത്ത് പുഴൻ്റെ അതിലൂടെ കേട്ടോ വന്നത്. കുറച്ച് നേരം അതിലുമ്മേൽ ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു തന്നിട്ട് കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ചു വന്നത്. പോരുന്ന വഴിക്ക് അവിടെ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കഴിച്ച് കളയാമെന്ന് കരുതി അങ്ങനെ കഞ്ഞും അച്ചാറായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന അന്നദാനത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണേ. അവിടെയുള്ള ചേട്ടൻ ചോദിച്ചു ഉപ്മാവ് ഉണ്ട് വേണമെന്ന്. അത് കേട്ടതും അൻവിക്ക് ആ ഉപ്മാവ് വേണേന്ന് പറഞ്ഞ് കരച്ചില്ലേ. അവന് ഉപ്മാവ് കൊടുത്തത് നിലുവിനും വേണം. അങ്ങനെ ഇവർ രണ്ടുപേരും ഉപ്മാവൊക്കെ ഇരുന്ന് കഴിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഏറെ നാളത്തെ ഒരു ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഏതോ കാലത്ത് പോയതാണ് ചമ്രവട്ടം അമ്പലത്തേക്ക്. പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെയാണ് സ്ഥലവും അമ്പലവും ഒക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ സമാധാനപരമായി പോയി വന്നു എന്ന് തന്നെ പറയാം. കാരണം ശാന്തി ചേച്ചി മക്കളെ സ്കൂൾ കഴിച്ചു, ഞാനും മോനുവിനെ സ്കൂൾ കഴിച്ചു. നീലു പിന്നെ സ്കൂളിൽ പോകാനാകാത്തതുകൊണ്ട് അവളെയും അതുപോലെ അൻവിനെയും ഞങ്ങളെടുത്ത് നേരെ പോയി. പിന്നെ നീലു അൻവി നല്ല കൂട്ടായതുകൊണ്ട് അവരങ്ങനെ കമ്പനി അടിച്ച് അവരും നടന്നോളൂ കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബസ്സിന് വന്നു. ഞങ്ങൾക്ക് നമ്മൾ അതായത് പാലത്തിൻ്റെ അവിടുന്ന് ഓട്ടോ പിടിച്ചു. പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് വേഗം ബസ് കിട്ടിയിട്ട് അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. മറ്റേത് ഒരുപാട് നേരം ആ വെയിലത്ത് നിൽക്കുമ്പോൾ കുട്ടികളും ടയേർഡാവും. ഇതാ ബസ്സിൽ നിന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയതും ബസ് കിട്ടിയതും ഒക്കെ ഒപ്പായിരുന്നു കേട്ടോ. നിലു അൻവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അൻവി ഭയങ്കര വെയിറ്റ് ഇട്ടിട്ടൊക്കെയാണ് ഇരിക്കണേ. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് സിസ്റ്റർ ഇൻ ലോൻ്റെ ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നേ. നമ്മളവിടെ ശബരിമലയ്ക്ക് മാല ഇട്ടാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അങ്ങനെ വൈകിട്ട് ഞാനും അച്ഛനും അമ്മയും മക്കളൊക്കെ കൂടെ നേരെ അവളുടെ വീട്ടിലേക്ക് പോയേ. എൻ്റെ അജുമോൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഓട്ടോറിക്ഷയിൽ കയറി നമ്മുടെ ബാക്കിൽ കയറി ഇരിക്കുക. എന്നിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അവനക്കും ഇരിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഒട്ടിയിട്ട് നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ അവിടെ കിടക്കണം. അങ്ങനെയാണ് ആളുടെ ഒരു സ്വഭാവം കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛൻ പിന്നെ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയത്ത് ഇതേ ഈ ഒരു കട ഞാൻ കണ്ടു കേട്ടോ. കട വിറ്റ് കാലിയാക്കുന്നു. അതെവിടെ കണ്ടാലും ആ ബോർഡ് കണ്ടാലും നമ്മുടെ കണ്ണ് അങ്ങോട്ട് പോകും. എന്താ ചെയ്യുക, എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ആയിപ്പോയി. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ കടലൊക്കെ വാങ്ങിയിട്ടോ. അങ്ങനെ ഇതേ അവളുടെ വീട്ടിലെത്തി, എല്ലാവരെയും കണ്ടു. അല്ലു എന്ന് വെച്ചാൽ സിസ്റ്റർ ഇൻ ലോൻ്റെ മകനാണ്. അല്ലുവിന് മക്കളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അൻവിയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു മൂലൊക്കെ പോയിരുന്നു കേട്ടോ. അജുമോൻ പിന്നെയും കളി തുടങ്ങി. പക്ഷേ അൻവി ഒരക്ഷരം ഉണ്ടാണ്ട് എന്തോ കയ്യിലെന്തോ കഴിക്കാൻ കിട്ടിയിട്ടുണ്ട്. ആ ബോണ്ട എന്തോ ആയിരുന്നു കേട്ടോ. അതും പിടിച്ച ആളാ ഇരിപ്പ് അവിടെ ഇരിക്കുകയാണേ. അങ്ങനെ പിന്നെ നമ്മൾ വരാൻ നേരത്ത് അല്ലു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അത് പിന്നെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയുള്ള അമ്മമ്മമാരൊക്കെ വന്ന് അവർ തിരിച്ച് വരുന്ന സമയത്ത് എന്തൊരു കരച്ചിലാവൂലേ, പാവം തോന്നും. അങ്ങനെ ആളുടെ കരച്ചിലൊക്കെ ഒരുവിധം ഒതുക്കി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു.
ഇവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ട്രെയിൻ കാണാം കേട്ടോ. കാരണം നമ്മൾ റെയിൽവേ ട്രാക്ക് കടന്നിട്ട് വേണം വരാൻ. അപ്പോൾ പിന്നെ മിക്കവാറും ഞങ്ങൾ അതിൻ്റെ ബ്ലോക്കിൽ പെടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വിശാലമായിട്ട് ട്രെയിനൊക്കെ കാണാം. പിന്നെ നമ്മളിത് എപ്പോഴെങ്കിലുമൊക്കെ കാണുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഒരു പുതുമയാണല്ലോ ട്രെയിൻ. എപ്പോൾ കണ്ടാലും അന്തം വിട്ട് നിൽക്കുന്ന സ്വഭാവം ചെറുപ്പം മുതലേ എനിക്കുള്ളതാണ്. അങ്ങനെ ഇതാ ഒടുവിൽ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബബ്ലൂസ് നാരങ്ങ അറിയില്ല, ബബ്ലൂസ് നാരങ്ങ എന്നിട്ട് നമ്മളിതിനെ പറയുക. ഇത് അവിടെ സിസ്റ്റർ ഇൻ ലോൻ്റെ ഏടത്തിയമ്മ തന്നതാണ് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വന്ന ഉടനെ തന്നെ ഇത് മുറിച്ച് കഴിക്കാമെന്ന് കരുതി. ഇത് മറ്റേ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഉപ്പും മുളകൊക്കെ കൂട്ടി ഇത് കഴിച്ചു. എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ്, അച്ഛനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതിരുന്ന് കഴിച്ചു. ശേഷം ഡിന്നറൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദേ ഒരാളെ ഇരിപ്പ് കണ്ടോ, എന്ത് നിഷ്കളങ്കമായ ഇരിപ്പും എന്ത് നല്ല സൂപ്പറായിട്ടാണ് ആൾ കഴിക്കുന്നത്. ആസ്വദിച്ച് കഴിക്കുന്നത് എന്താണെന്നറിയോ? പഞ്ചസാര ഒന്നുമല്ല എൻ്റെ മക്കളെ, ഈ കണ്ണും അടച്ച് കഴിക്കുന്നത് ഉപ്പാണ്. ചില്ലിൻ്റെ കുപ്പിയിലായിരുന്നു ഞാൻ ഉപ്പിട്ട് വെച്ചത്. ആ ഉപ്പും പാത്രമൊക്കെ പൊട്ടി. അത് വേറെ കഥ. ഇനിയിപ്പോൾ അതിൻ്റെ പണിയും കൂടെ എടുക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.